എല്ലാവർക്കും നമസ്കാരം. വയനാട് ദുരന്തം പോലെയുള്ള ദുരന്തങ്ങൾ ഇപ്പോൾ ഇങ്ങനെ അടിക്കടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ദൈവമുണ്ടോ? ദൈവമുണ്ട് എങ്കിൽ ദൈവം എവിടെ? ഈ ദുരന്തങ്ങൾ നടന്നപ്പോൾ ദൈവം എവിടെയായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നാലും ഒക്കെ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് ആദ്യമേ തുറന്നു പറയട്ടെ. നമ്മളൊരു ബന്ധം സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഒരു വ്യക്തിയുമായിട്ടാണ് നമ്മളൊരു ബന്ധം സൂക്ഷിക്കുന്നത്, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ വ്യക്തി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം, അല്ലേ? ആ വ്യക്തി ഉണ്ട് എന്ന് നമ്മൾക്ക് ഉറപ്പ് വന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ ആ വ്യക്തിയുമായിട്ട് നമ്മളൊരു ബന്ധം സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ബന്ധം സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? നിരന്തരമായ വ്യക്തിയുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും, കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആ ബന്ധം നമ്മൾ സൂക്ഷിക്കുന്നത്. അതേസമയം നമ്മൾ കോണ്ടാക്റ്റ് നമ്മൾ നിർത്തുന്നു, നമ്മൾ കമ്മ്യൂണിക്കേഷൻ നിർത്തുന്നു, എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ കാലക്രമേണ ഒന്നും ആലോചിക്കേണ്ട, ആ ബന്ധവും എന്ത് ചെയ്യും? നിശ്ചലമാവുക തന്നെ ചെയ്യും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കാര്യവും. ദൈവം ഒരിക്കലും നമ്മൾ ദൈവത്തോട് ഫോളോ മീ എന്നല്ല പറയേണ്ടത്, നമ്മൾ ദൈവത്തെ ഫോളോ ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, ഒന്ന്, നമ്മൾ ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുക. രണ്ട്, നമ്മൾ ദൈവത്തെ ഫോളോ ചെയ്യുക. മൂന്ന്, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം നിരന്തരമായിട്ട് എന്ത് ചെയ്യുക? സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബന്ധം ദൃഢമാകുന്നതും ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഇങ്ങനെ ദുരന്തമുഖങ്ങളിൽപ്പെട്ടവരൊന്നും പ്രാർത്ഥനയൊന്നും ഇല്ലാത്തവരാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ചിലതിനൊക്കെ നമ്മൾക്ക് ഉത്തരമില്ല, ചിലതൊക്കെ നമ്മളുടെ ചിന്തകൾക്കും അപ്പുറമാണ്. എന്നാൽ ദൈവമില്ല എന്ന് നമ്മൾക്ക് ഈ അവസരത്തിൽ പറയുവാനും പറ്റത്തില്ല. കാരണം ദൈവമുണ്ട് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നത്. നമ്മളില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവമില്ല, അത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവവുമായിട്ട് നിരന്തരമായ ഒരു കമ്മ്യൂണിക്കേഷൻ തുടർന്നുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥനയാകുന്ന കമ്മ്യൂണിക്കേഷൻ തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ പതുക്കെ നമ്മൾക്ക് മനസ്സിലാകും, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ദൈവമുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. പിന്നെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു നന്മയുടെ ശക്തിയാണല്ലോ ദൈവം. അപ്പോൾ ഈ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തിന്മയുടെ ശക്തിയായ പിശാചും ഇങ്ങനെ മറു സൈഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ആത്മീയ യുദ്ധം എപ്പോഴും ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആത്മീയ മേഖലയിൽ നടക്കുന്നുണ്ട്. അത് ഈ ആത്മീയ മേഖലകളെക്കുറിച്ചൊക്കെ ഒത്തിരി പരിജ്ഞാനമുള്ളവർക്കും ഒത്തിരി വിവരമുള്ളവർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഗണത്തിൽപ്പെട്ട ആളൊന്നും അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അല്പസ്വല്പം എനിക്കറിവുള്ള ഞാനൊരു സാധാരണക്കാരിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഒരു സാധാരണക്കാരിയായ ഒരു വ്യക്തിക്ക് ജീവിക്കാനാവുന്നത് ഒരു ചെറിയ അറിവ് ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരു സാധാരണക്കാരിയായ ഒരു വ്യക്തിക്ക് ജീവിക്കുവാൻ ആവശ്യമായ കാര്യം ഞാൻ ഇതിനകത്തൂടെ ആത്മീയ മേഖലയെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പം ഈ ആത്മീയ മേഖലയിൽ ഇങ്ങനെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ഈ നന്മയുടെ ശക്തിയും തിന്മയുടെ ശക്തിയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അപ്പം നമ്മൾക്കറിയാം, നമ്മളുടെ രാജ്യം, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഒരു യുദ്ധം നടക്കുകയാണ്. ഇന്ത്യ വേറൊരു രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു രാജ്യം ഇന്ത്യയെ ആക്രമിക്കാൻ വരുമ്പോൾ ഇന്ത്യ എന്ത് ചെയ്യണം? ഇന്ത്യ സർവ്വസന്നാഹങ്ങളോടും കൂടെ തന്നെ ചെന്ന് അതിനെ എതിർത്താണ് ജയമുണ്ടാകുന്നത്. അല്ലാതെ ഇന്ത്യ കയ്യും കെട്ടി നോക്കിയിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജയം ലഭിക്കത്തില്ല. അപ്പോൾ ഇന്ത്യ അങ്ങോട്ടും നല്ല തിരിച്ചതിനെ പ്രിവെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ജയമുണ്ടാകുന്നത്, ഇന്ത്യക്ക് ജയം കിട്ടുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്പിരിച്വൽ മേഖലയിലും. നമ്മളെപ്പോഴും ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ ഇങ്ങനെ ശക്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നമ്മളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അതായത് ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ നമ്മൾക്കെതിരെ പോരാടുന്ന ഈ തിന്മയുടെ ശക്തിയോട് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ദൈവം ഇറങ്ങി വന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോഴാണ്. അല്ലാതെ നമ്മൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമ്മൾ ദൈവത്തെ മൈൻഡ് ചെയ്യാതെ വിട്ടിട്ട് എൻ്റെ ആവശ്യങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് നന്മയായിട്ട് ജീവിച്ച് നന്മ ചെയ്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയും കാര്യങ്ങളും ആരാധനയും ഒക്കെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പം അതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ദൈവവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, ദൈവവുമായിട്ട് പ്രാർത്ഥനയാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊക്കെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചിലർ പറയുന്നുണ്ട്
ഈ ആരാധനാലയങ്ങൾ വരെ ഒലിച്ചു പോകുന്നുണ്ടല്ലോ, അപ്പോൾ ദൈവം എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഉത്തരവ് ഞാൻ പറയാം. നമ്മൾ ഈ ആരാധനാലയങ്ങൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ആരാധനാലയങ്ങളും മനുഷ്യൻ ദൈവത്തോടുള്ള ഒരു ഭക്തി കൊണ്ട് ദൈവത്തെ ഒന്ന് ബഹുമാനിക്കുന്നതായിട്ട്, നമ്മളുടെ ആ ഒരു ഭക്തിയും നമ്മളുടെ ദൈവത്തോടുള്ള ഒരു ബഹുമാനവും നമ്മൾ സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു 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 എന്താ പറയുക, ഒരു ദൃഷ്ടാന്തം, ഒരു എന്താ പറയുക, ഒരു നമ്മുടെ കൺമുൻപിൽ തന്നെ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ദേവാലയങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ തന്നെ ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ദൈവം ആത്യന്തികമായി അതിനകത്ത് മാത്രമല്ല വസിക്കുന്നത്, പക്ഷേ ദൈവം അതിനകത്ത് ഇറങ്ങി വരുന്നത് എപ്പോഴാണ്? ഒരു ഭക്തൻ തൻ്റെ പ്രാർത്ഥനകളും ആവലാദികളും ഒക്കെ ആയിട്ട് ഈ ആരാധനാലയത്തിനകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം എന്ത് ചെയ്യും? ദൈവം ഇറങ്ങി വന്ന് അവിടെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ആ ഭക്തന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അത് നന്നായി ജീവിക്കുന്ന, നന്മയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ അർത്ഥം ദൈവം അവിടെ കുടിയിരിക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചിട്ടുണ്ട്, ദൈവം സർവ്വവ്യാപിയാണ്. അപ്പം ദൈവത്തിനൊരു പ്രത്യേക ഇരിപ്പിടം കൊടുത്ത് നമ്മൾ ഇരുത്തേണ്ട കാര്യമല്ല. എന്നാൽ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നതിന് സൂചകമായിട്ടാണ് ഇങ്ങനെയുള്ള ദേവാലയങ്ങൾ നമ്മൾ പണി കഴിപ്പിക്കുന്നത്. നമ്മൾക്കറിയാം, ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കൊട്ടാരങ്ങളൊക്കെ പണിയുന്നുണ്ട്. അപ്പം ചില ദൈവവുമായിട്ട് ബന്ധമുള്ളവർ ദൈവത്തിന് വേണ്ടി ഒരു എന്താ പറയുക, ഒരു പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ ഒരു പൂജാമുറി അങ്ങനെയുള്ളതൊക്കെ നമ്മളുടെ വീടിനകത്ത് സജ്ജീകരിക്കുക തന്നെ ചെയ്യും. എന്നാൽ ചിലർ അങ്ങനെയൊന്നുമില്ല, ദൈവം എവിടെയും ഇറങ്ങി വരുമെന്ന് പറഞ്ഞ് ദൈവത്തെ നമ്മുടെ ഒരു ചങ്ക് ബ്രോയായിട്ട് തന്നെ കണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് കണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, അതായത് നമ്മുടെ കുറ്റം പറയുകയും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കുനിഷ്ഠ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഇടത്തോട്ടും ദൈവം ഇറങ്ങി വരുമെന്നുള്ള മിഥ്യാധാരണയിൽ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ ദൈവത്തെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ദൈവം നമ്മളെ കാണും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കാരണം അത് ഈ ലോകത്തിലുള്ള കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു വ്യക്തിക്ക് നമ്മൾ എത്രയാണ് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ വില കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യവും നമ്മൾ മറക്കരുത്. പിന്നെ ഈ തിന്മയുടെ ശക്തി എപ്പോഴും മനുഷ്യനെ തകർത്ത് കളയുവാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ തിന്മയുടെ ശക്തി ശിഥിലമാകണമെങ്കിൽ ഈ നന്മയുടെ ശക്തി പ്രബലമാകണം. അപ്പോൾ നമ്മൾക്ക് വേണ്ടി ഈ നന്മയുടെ ശക്തി പ്രബലമാകുന്നത് എപ്പോഴാണ്? നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ, അതായത് നമ്മൾ നിരന്തരമായിട്ട് ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ നന്മയുടെ ശക്തി നമ്മൾക്ക് വേണ്ടി പ്രബലമാകുകയും ഈ തിന്മയുടെ ശക്തി തകർന്നു മാറുകയും ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. കാരണം നമ്മളെപ്പോഴും ദൈവവുമായിട്ട് അടുത്ത് നിന്ന് കഴിയുമ്പോഴാണ് ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും ഓർക്കുക. അല്ലാതെ ദൈവത്തോട് നമ്മൾ ഫോളോ മീ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഫോളോ ചെയ്യത്തില്ല. പകരം നമ്മൾ ദൈവത്തെ ഫോളോ ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഫൈനലി നമ്മൾ മനസ്സിലാക്കുക, ദൈവം എന്നുള്ളൊരു ശക്തി ഉണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് അതുണ്ട്. അത് എന്താ പറയുക, അത് അറിയുവാൻ ശ്രമിക്കുന്നവർക്ക് ആ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അല്ലാതെ ഇങ്ങനെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ദൈവത്തെ കണ്ടെത്താനും പറ്റത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചങ്ങ് തീർന്നു പോകത്തേ ഉള്ളൂ എന്നുള്ളതും നമ്മൾ മറക്കരുത്. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.